അവിടേക്കുള്ള റണ്ണിങ് ടൈം പറഞ്ഞാൽ 4 മുതൽ 5 മണിക്കൂർ. സത്യം പറയല്ലോ, എൻ്റെ ലൈഫിൽ അപ്പോൾ ഒരു കുന്നല്ല, ഒരുപാട് കുന്നുകളുണ്ട്. ആ ഇങ്ങനെ സ്റ്റോൺ വഴിയുള്ള വഴികളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നടന്നില്ല. ഗ്ലേസിയറിൽ അടിക്കുമ്പോൾ ഉണ്ടാവും ഈ അന്നപൂർണ്ണ അങ്ങനെ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഓട് അല്ല ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ല. 10-40 വർഷം പുറകോട്ട് പോയാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ലീഗലി തെറ്റായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്യുന്നത് ആലിപ്പഴം. നമ്മുടെ മെയിൻ ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലം അല്ലെ, ലൊക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതെ, നമ്മള് നേപ്പാൾ ഓൾറെഡി ഹൈറ്റ് ആണ്. ഇനി കുറച്ചുകൂടെ ഹൈറ്റിലേക്ക് കയറുക അല്ലേ. ലൊക്കേഷന്റെ പേര് പറഞ്ഞോ. ഗാൻട്രോക്ക് അല്ലേ. ഗാൻട്രോക്ക് ഒരു വില്ലേജ് ആണ്. പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മള് മറ്റേ വീഡിയോസ് നോക്കിയ സമയത്ത് കുറച്ച് മലയാളീസിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ മലയാളികൾ ഇങ്ങനെ കാശ്മീർ പോണ മാതിരി ഒന്നും അവിടെ പോയിട്ടില്ല അല്ലേ. അങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല. അതെ, വളരെ റിസ്ക്കിയാണ്, ഭയങ്കര ഡേഞ്ചറാണ്. പിന്നെ എത്ര നമ്മൾ റിസ്ക് എടുക്കുന്നോ അത്രത്തോളം അവിടെ കാണാനുണ്ട്. അതാണ് അതിന്റെ ഗ്യാരണ്ടീഡ് അല്ലേ, ഒരു ഗ്യാരണ്ടി ആണ്. പിന്നെ ഇതിന് നമ്മൾ പോകുന്ന വഴി തന്നെ തുടങ്ങാം അല്ലേ. നമ്മള് പൊക്കാറയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പൊക്കാറയിലെ ബസ് സ്റ്റേഷൻ ഇല്ല. പൊക്കാറയിന്ന് പുറത്തുള്ള ബസ് സ്റ്റേഷൻ ഉണ്ട്. അതിന്റെ പേര് ബാഗ്ലോങ് ബസ് സ്റ്റേഷൻ എന്നാണ് നമ്മള് കിട്ടുന്നത്. ഈ പൊക്കാറയിന്ന് നമ്മൾ ടാക്സി എടുത്തിട്ട് ഏകദേശം ഒരു 4 കിലോമീറ്റർ ദൂരമുണ്ട് ബാഗ്ലോങ് ബസ് സ്റ്റേഷനിലേക്ക്. അവിടെ നിന്ന് നമ്മള് ഗാൻഡ്രോക്കിലേക്ക് ബസ് എടുക്കുക. അപ്പൊ ഗാൻഡ്രോക്ക് എന്ന് പറയുമ്പോൾ ഒരു പക്ക ഗ്രാമീണമാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഈ ഗ്രാമത്തിലേക്ക് പറഞ്ഞാല് നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പണ്ട് കാലത്ത് ഒഴിവാക്കിയിട്ടുള്ള ടാറ്റയുടെ ഒക്കെ ബസ് ഉണ്ടല്ലോ, ഒരു 10-20 വർഷം മുന്നേ ഒഴിവാക്കിയിട്ടുള്ള ബസ്സുകൾ, അങ്ങനത്തെ ബസ്സൊക്കെ ഉപയോഗിക്കുന്ന പക്ക ഗ്രാമീണായിട്ടുള്ളവര്. ഒരു 50-55 കിലോമീറ്ററിന്റെ മേലെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ 55 കിലോമീറ്റർ ആണെങ്കിൽ പോലും അവിടേക്കുള്ള റണ്ണിങ് ടൈം പറഞ്ഞാൽ 4 മുതൽ 5 മണിക്കൂറാണ്. അപ്പൊ നിങ്ങൾക്ക് ആ റോഡിന്റെ കണ്ടീഷൻ മനസ്സിലാവുമല്ലോ. അതായത് ഒരു മലന്റെ സൈഡിൽ കൂടെ, അതായത് ഒരു ബസ് മാത്രം പോകാനുള്ള ഗ്യാപ്പ്. അതെ, അത്രേ ഉള്ളൂ. അതെ, നമ്മൾ ആ ഡ്രൈവറൊക്കെ സമ്മതിക്കണം അല്ലേ. മഴ പെയ്താണ്ടല്ലോ ഫുള്ള് ചളിയായി ഭയങ്കര. സൈഡിലൊന്നും കെട്ടിയിട്ടൊന്നുമില്ല. സത്യം പറയല്ലോ, എന്റെ ലൈഫില് ഇത്രയും വലിയ ഓഫ് റോഡ് ഞാൻ പോയിട്ടില്ല. ഇത്രയും റിസ്കി ആയിട്ടുള്ള, ഞാൻ മാത്രമല്ല എല്ലാവരും അല്ലേ, നമ്മൾ ആരും പോയിട്ടില്ല ഇത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ഓഫ് റോഡ്. അല്ല, അവിടെ വണ്ടി പോകുന്നില്ല എന്നല്ല പറഞ്ഞത്. കാരണം ടാർ ചെയ്ത റോഡില്ല, പിന്നെ മഡി റോഡാണ്. ഇനി ഹെയർ പിന്നോടൊരു കളിയാണ്. ഹെയർ പിൻ പറഞ്ഞാല് എക്സ്ട്രീം ടേൺ ആണ്. ഒന്ന് ടേൺ പൈസ കഴിഞ്ഞാൽ ഏകദേശം 500 മുതൽ 1000 മീറ്റർ താഴ്ചയിലേക്കാണ് പോവുക. അത്രയും ഡെപ്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബാഗ്ലോങ്ങിൽ നിന്ന് ബസ് എടുക്കുന്നു. ഈ ബസ് ഭയങ്കര രസമാണ്. ബസ് പോകുന്ന വഴിയിൽ കുറേ ദൂരം ഓടിയതിന് ശേഷം ബസ് നിർത്തി. അപ്പോൾ നമുക്ക് ഫ്രഷ് ആകാനും ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സമയം തന്നു. പിന്നെ നമ്മൾ അതിന് മുമ്പ് ബസ് ഒരു സിമെന്റ് കടയിലേക്ക് പോകുന്നുണ്ടോ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതേതാ വേറെ റൂട്ടുണ്ടോ എന്നുള്ള രീതിയിൽ. അപ്പോൾ നേരെ പോയിട്ട് ബസ് ഒരു സിമെന്റ് കടേൻ്റെ മുന്നേ പോയി നിർത്തി. എന്നിട്ട് കണ്ടെന്ന് ബസ്സിന്റെ കോണിയിലൂടെ മേലോട്ട് 2 ആൾക്കാർ 4 സിമെന്റ് ചാക്കൊക്കെ കയറ്റുന്നുണ്ട്. അതായത് ഗാൻഡ്രോക്കിലേക്കുള്ള സകലമാന സാധനങ്ങൾ, ഉപ്പ് തൊട്ട് കർപ്പൂരം എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ സാധനങ്ങളും, പഴം, പച്ചക്കറി, എന്തെല്ലാം സാധനങ്ങൾ ഈ നാട്ടിലേക്കുള്ള, ഈ ഗാൻഡ്രോക്ക് വില്ലേജിലേക്കുള്ള, ഗാൻഡ്രോക്കും അതിനോടനുബന്ധിച്ച് പോകുന്ന വഴിയിലേക്കുള്ള വില്ലേജിലേക്കുള്ള മൊത്തം സാധനങ്ങളും ഈ ബസ്സിലാണ് കൊണ്ടുവന്നത്. ബസ്സിന്റെ കാരിയർ എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ, ഒരു ലോറിന്റെ ബോഡി ഫിറ്റ് ചെയ്ത പോലെ ഉണ്ട് അല്ലേ. അത്രയും ഉയരത്തില് നമ്മള് സാധാരണ വണ്ടി ഒന്നും എടുത്ത് പോകണ അത്ര സേഫ് അല്ല അല്ലേ. അല്ല, ഒരിക്കലും സേഫ് അല്ല. അവിടെ സത്യം പറയല്ലോ, അവിടെ ഡ്രൈവ് ചെയ്ത് പരിചയമില്ലാത്ത ഒരാള് പോകുന്നത് സേഫ് അല്ല. കാരണം അവിടെ വണ്ടി രാവിലെ ഏകദേശം 7-8 മണിയോട് കൂടെ അവിടുന്ന് ബസ് സ്റ്റാർട്ട് ചെയ്യും. ഫസ്റ്റ് ബസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഫസ്റ്റ് ബസ് പോകുന്നതാണ് നല്ലത്. എന്താ വെച്ചാല് വൈകുന്നേരം അനുസരിച്ച് ബസ് ഉച്ചവരെ ബസ് ഉള്ളൂന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടാണ്, റിട്ടേൺ ആണ്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പിന്നെ നമുക്ക് അവിടെ പോയിട്ട് ഒരു കാര്യമില്ല. ഒരു 12 മണി വരെ ഉള്ളൂന്നുണ്ട് ബസ്. കാരണം ദൂരം അത്ര ഉള്ളതുകൊണ്ട് തന്നെ ബസ് പോകുന്നതാണ് ഏറ്റവും നല്ലത്, പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. അതെ, പെട്ടെന്ന് എത്തും ചെയ്യാം. അതെ, അവിടെ പ്രീപെയ്ഡ് ടിക്കറ്റ് എടുത്തു. ബാഗ്ലോങ് ബസ് സ്റ്റേഷനിൽ നിന്ന് എടുത്തു.
പിന്നെ നമ്മൾ യാത്ര ചെയ്തു. പോകുന്ന വഴിയിലൊക്കെ നിർത്തി, പിന്നെ നിർത്തുന്നുണ്ട്. ബസ് ടിക്കറ്റ് 2000 അതെ, ഒരാൾക്ക് 500 രൂപയാണ് ഗാൻഡ്രൂക്കിലേക്ക്. നേപ്പാളി മണി കേട്ടോ, നേപ്പാളി മണി 500 രൂപയാണ് ഗാൻഡ്രൂക്കിലേക്കുള്ള ബസ് ടിക്കറ്റിന്റെ ചാർജ്. നമുക്ക് തോന്നിപ്പോട്ടെ, നമ്മൾ ആദ്യം തുടക്കത്തിൽ എനിക്ക് തോന്നി 50-60 കിലോമീറ്റർ പോകാൻ എന്തിനായി 500 രൂപ എന്നുള്ള എൻ്റെ മനസ്സിൽ തോന്നിയത്. പക്ഷേ അവിടെ എത്തിയപ്പോൾ എനിക്ക് തോന്നി 500 പോരാ, 1000 കൊടുക്കരുത്. അത്രയും റിസ്ക് അവർ എടുക്കുന്നുണ്ട് അല്ലേ? അതെ, ഭയങ്കരമായിട്ട് തോന്നിയിട്ട്. നമ്മൾ ഏകദേശം ഒരു 12 മണി അല്ലേ, ആ സമയത്തോടുകൂടെ നമ്മൾ ഗാൻഡ്രൂക്കിലേക്ക്. നല്ല തണുപ്പാണ്, നമുക്കറിയാലോ. ഈ ഗാൻഡ്രൂക്ക് എന്ന് പറയുന്നത്, ഗാൻഡ്രൂക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 2000 മീറ്റർ ഹൈറ്റിലാണ് ഗാൻഡ്രൂക്ക് കിടക്കുന്നത്. അത് മാത്രമല്ല, ഈ ഗാൻഡ്രൂക്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു ഏരിയയാണ്. അതായത് ഗുരുങ് കമ്മ്യൂണിറ്റി. അതായത് നേപ്പാളിലുള്ള ഒരു ഗുരുങ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അവർ ഈ കുന്നിൻ പ്രദേശത്ത് മാത്രം താമസിക്കുന്ന ആൾക്കാർ. നമ്മളിപ്പം ഷെർപ്പന്മാരെന്നൊക്കെ പറയില്ല, അതേപോലെ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അവർ ഇതിൻ്റെ മേലാണ് താമസിക്കുന്നത്. അവരാണ് ഈ പ്രദേശത്തിൻ്റെ ടൂറിസം അതേപോലെ തന്നെയുള്ള കാര്യങ്ങളും, അല്ലെങ്കിൽ അവിടെയുള്ള മൊത്തത്തിൽ അവരുടെ അണ്ടറിലാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഗാൻഡ്രൂക്ക് പോണ വഴിയാണ് നമ്മളെ അന്നപൂർണ്ണ. അതെ, ഈ അന്നപൂർണ്ണ ട്രക്കിങ് അല്ലെങ്കിൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് ഉണ്ടല്ലോ, ബേസ് ക്യാമ്പ്, അതേപോലെ അന്നപൂർണ്ണ സർക്യൂട്ട്, ഇത് രണ്ടും ചെയ്യുന്ന ആൾക്കാർ ബൈ ട്രക്ക് ചെയ്ത് പോകുന്ന സ്ഥലമാണ് ഈ ഗാൻഡ്രൂക്ക് വില്ലേജ്. ഈ ഗാൻഡ്രൂക്ക് വില്ലേജ് കണക്ട് ചെയ്തിട്ടാണ് മിക്കവാറും എല്ലാവരും ഈ അന്നപൂർണ്ണ സർക്യൂട്ട് അല്ലെങ്കിൽ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് പോകുന്നത്. ഈ പുൺഹില്ലിലേക്കൊക്കെ പോകുന്നത് ഈ ഗാൻഡ്രൂക്ക് വഴിയാണ്. ഓക്കെ, ഗാൻഡ്രൂക്ക് ഒരു സംഭവം തന്നെ അല്ലേ? പറഞ്ഞു തുടങ്ങിക്കോളി, എനിക്ക് പറഞ്ഞാൽ നിർത്താൻ പറ്റില്ല. യഥാർത്ഥത്തില് ഈ ട്രിപ്പിൽ ത്രൂ ഔട്ട് ദ ട്രിപ്പിലാണ് എനിക്ക് എവിടെ ഇഷ്ടപ്പെട്ടത്? ഗാൻഡ്രൂക്ക് തന്നെ എന്റെയും ഫേവറേറ്റ്, എന്റെയും പേഴ്സണൽ ഫേവറേറ്റ് ഗാൻഡ്രൂക്ക് തന്നെയാണ് കേട്ടോ. അവിടെ പിന്നെ അവരെ ജീവിതശൈലിയും ഒരു സൈലന്റ് ഏരിയ, കാമായിട്ടുള്ള, ഭയങ്കര പീസ്ഫുൾ ആണ്. പിന്നെ പറഞ്ഞാൽ തന്നെ നമ്മളെ മഞ്ഞിനൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ള. ഇപ്പോൾ നമ്മളെ ഗാൻഡ്രൂക്ക് എന്ന കുന്നും പ്രദേശമാണെന്ന് പറഞ്ഞാൽ ഈ കുന്ന് വലിയൊരു കുന്നാണ്. അപ്പോൾ ഒരു കുന്നല്ല, ഒരുപാട് കുന്നുകളുണ്ട്. ആ കുന്നുകളിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇങ്ങനെ വീടുകൾ അടുക്കി വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഈ സിക്കിമിലൊക്കെ പോകുമ്പോൾ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, അതേപോലെ വഴിയൊക്കെ നല്ല നടക്കാനുള്ള വഴിയൊക്കെ നല്ല വഴികൾ. ഈ ഗ്രാമത്തിലെ സെറ്റപ്പ് എന്താ വെച്ചാൽ ഈ കല്ലുകൾ സ്റ്റോണ് പാകിയിട്ടുള്ള വഴികളാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ സ്റ്റോണ് പാകിയിട്ടുള്ള വഴികളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് നടന്ന് ചെറിയ ചെറിയ വഴികൾ പോവാം. പിന്നെ ഈ വീടിൻ്റെ ഹോം സ്റ്റേസ് ആണ്. അതായത് ഈ ഗാൻഡ്രൂക്കിലേക്ക് വരുന്ന ആളുകൾക്ക് ഹോട്ടൽ സംവിധാനം എന്നുള്ളതിൻ്റെ പുറമെ അവിടെ പ്രധാനമായിട്ട് ഹോം സ്റ്റേസ് ആണുള്ളത്. അപ്പോൾ ഒരുപാട് ഹോം സ്റ്റേസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഹോം സ്റ്റേയിൽ കയറി ചാടി റൂം എടുക്കുകയും വേണ്ട, ഒന്ന് കറങ്ങിയിട്ട് നമുക്ക് റേറ്റൊക്കെ ഒന്ന് കൺഫേം ആക്കിയിട്ട് ചെയ്താൽ മതി. ഇതിൽ എനിക്ക് അവസാനം കണ്ടൊരു ഷാങ്ക്രീല ഹോം സ്റ്റേ ഉണ്ട്. അവിടെ നല്ലൊരു ഓപ്ഷൻ, ഞങ്ങൾക്ക് അത് കിട്ടിയില്ല. ഞങ്ങൾ അതിൻ്റെ മുന്നുള്ള ഒരു ഹോം സ്റ്റേ ആണ് എടുത്തത്. അതായത് നമ്മൾ ഓൾറെഡി ടയർഡായി, പിന്നെ ഒരു ഹോം സ്റ്റേ തപ്പി അടുത്തേക്ക് പോകണമെങ്കിൽ കുറെ നടക്കണം. നല്ല ലഗേജ് ആണല്ലോ. നമ്മള് ലഗേജ് ബാക്ക് പാക്ക് എടുത്തിട്ട് വലിയ ബാക്ക് പാക്ക് ആണല്ലോ, ഏകദേശം 45-50 ലിറ്ററിന്റെ ബാക്ക് പാക്ക് ആയിട്ടാണ് ഓരോരുത്തർ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്ഷീണം കൊണ്ട് തന്നെ നമ്മൾ ആദ്യം വന്നൊരു ഹോം സ്റ്റേ എടുത്തു. അത് അത്രയും സംഭവം ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഞാൻ പറയുന്ന ഈ ഷാങ്ക്രീല ഹോം സ്റ്റേ ഉണ്ട്, ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇനി പോവുകയാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. നമ്മൾ എടുത്ത ഹോം സ്റ്റേക്ക് ഏകദേശം 6000 നേപ്പാൾ മണിയാണ്. ശരിക്കും 5000 മുതൽ 6000 ആ റേഞ്ചിലാണ് നമുക്ക് കിട്ടുക. അതായത് ഇത്രയും ഒരു 4 പേർക്കൊക്കെ ആണെങ്കിൽ വിത്ത് ഫുഡാണ് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും അടക്കമുള്ള റേറ്റ് ആണ് ഇത് പറയുന്നത്. അതെ. പിന്നെ ഇതിലേക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കാര്യമായിട്ട് ഗാൻഡ്രൂക്കിൽ എല്ലാവരും വരുന്നത് എന്തിനാ വെച്ചാൽ അവിടെ അന്നപൂർണ്ണ റേഞ്ചസ് കാണാനാണ്. അന്നപൂർണ്ണ നമുക്കറിയാം, അന്നപൂർണ്ണ 1, 2, 3 അങ്ങനെ ഒരുപാട് മൗണ്ടെയ്ൻസ് ഉണ്ട്. അതിനെ മൊത്തമായിട്ട് ഏറ്റവും വൃത്തിയായിട്ട് കാണണമെങ്കിൽ ഗാൻഡ്രൂക്ക് തന്നെ പോകണം. അതേപോലെ മച്ചു പിച്ചാറ കാണാൻ പറ്റും. ഈ മച്ചു പിച്ചാറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അൺക്ലൈംഡ് ആണ്. ഈ മനുഷ്യന്മാർക്കൊന്നും അവിടെ കയറാൻ പാടില്ല. അവരുടെ ഈ നേപ്പാളി ആളുകളുടെ വിശ്വാസപ്രകാരം അവർ സേക്രഡ് ആയിട്ട് കാണുന്ന ഒരു മൗണ്ടനാണ് ഈ മച്ചു പിച്ചാറ്. അതുകൊണ്ട് തന്നെ അവിടെ ആരും കയറാറുമില്ല, കയറാൻ അവർ അനുവദിക്കില്ല. പക്ഷെ അന്നപൂർണ്ണ ഒരുപാട് ആൾക്കാർ കയറാം, നമുക്കറിയാലോ, അന്നപൂർണ്ണ ഒരുപാട് ആൾക്കാർ കയറുന്നുണ്ട്. യഥാർത്ഥത്തിൽ അന്നപൂർണ്ണൻ്റെ വ്യൂ കിട്ടണമെങ്കിൽ മോർണിംഗിൽ, അതായത് രാവിലെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമുണ്ട്. ആ സമയത്ത് ഈ സൺലൈറ്റിൻ്റെ ഒരു യെല്ലോയിഷ് കളർ ഉണ്ട്, യെല്ലോയിഷ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച് കളർ,
ഇത് ഈ അന്നപൂർണൻ്റെ ആ ഐസ് ഗ്ലേസിയർ ഉണ്ടല്ലോ, ആ ഗ്ലേസിയറിൽ അടിക്കുമ്പോൾ ഉണ്ടാവും ഈ അന്നപൂർണ്ണ ഇങ്ങനെ ഗോൾഡൻ കളറിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും. അത് രാവിലെ എണീറ്റിട്ട് ഡോർ ഇങ്ങോട്ട് തുറന്നിട്ട് അങ്ങനെ കാണണം. അപ്പം കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ, അത് നല്ല വ്യൂ. നമ്മളെ കറക്റ്റ് സ്പോട്ടിലാണ് നമ്മളെ ഇതേപോലെ നോക്കിയിട്ട് എടുക്കാം. അതെ അതെ അതെ. അല്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ തന്നെ കാണാം. നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്നപൂർണ്ണ കാണാൻ പറ്റും. മോർണിംഗിൽ ഈ വ്യൂ കിട്ടുന്നത് എവിടെയാണോ ആ ഒരു രീതിയിൽ നമുക്ക് റൂംസ്, ചെറിയ ചാറ്റൽ മഴ ഉള്ളതുകൊണ്ട് നമുക്ക് അന്ന് തലേ ദിവസം നമുക്ക് വേണ്ട രീതിയിൽ കാണാൻ പറ്റിയില്ലായിരുന്നു. പിറ്റത്തെ ദിവസമാണ് നമ്മളെ നെറ്റിച്ചത് അല്ലേ. സത്യത്തിൽ ഞാൻ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണ് തള്ളിയിട്ട് പെട്ടെന്ന് കിടന്നുറങ്ങിയത്. ഞാൻ പിന്നെ വിളിച്ചോണർത്തി പെട്ടെന്ന് പോയി നോക്കടാ പറഞ്ഞിട്ട് അല്ലേ. അപ്പോൾ എല്ലാവരും സർപ്രൈസിങ് ആയിട്ടുണ്ട്. ഭയങ്കര വ്യൂ ആണ്. പിന്നെ റീൽസിലൊക്കെ കറങ്ങി കളിക്കുന്ന സ്ഥലമാണിത് ഗാൻഡ്രോക്ക് വില്ലേജ് അല്ലേ. പിന്നെ ഒരുപാട് നല്ല അടിപൊളി, പിന്നെ അവിടുത്തെ ഒതന്റിക് ടേസ്റ്റും അല്ലേ, കൺസ്ട്രക്ഷൻസ് അതൊരു പ്രത്യേക ഒരു. അതെ 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 അതെ. പിന്നെ ഈ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അവര് മറ്റേ കല്ല് ഉപയോഗിച്ച്, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ചുമരൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിലെ ഓട് അല്ല ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ കോൺക്രീറ്റ് അല്ല ഉപയോഗിക്കുന്നത്. ഇവർ സ്ലേറ്റ് ഉണ്ടല്ലോ, സ്ലേറ്റ് കല്ലുകൾ, സ്ലേറ്റ് പാളികൾ പോലുള്ള കല്ലുകൾ വെട്ടിയെടുത്തിട്ട് അതെ മതിലെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അത് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേലെ അട്ടി വെച്ചിട്ടാണ് ഇവർ വീടുണ്ടാക്കുന്നത്. അതിൻ്റെ പുറമെ മരമാണ് വെക്കുന്നത് കേട്ടോ, കോൺക്രീറ്റ് ഒന്നല്ല, മരങ്ങളാണ്. ഇപ്പോൾ പിന്നെ കുറച്ച് അതിനെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടുത്തി തോന്നുന്നുണ്ട് അല്ലേ. യഥാർത്ഥത്തിൽ ചില ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 10-40 വർഷം പുറകോട്ട് പോയാൽ ഉള്ള അല്ലെ അവസ്ഥയാണ് അവിടെ കാണാൻ പറ്റുക അല്ലേ. അത്രയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഈ ഗുരുങ് കമ്മ്യൂണിറ്റി പറഞ്ഞല്ലോ, ഈ ഗുരുങ് കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ മ്യൂസിയംസ് അല്ലേ. പിന്നെ അവിടെ അവർ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, ആയുധങ്ങൾ, വസ്ത്രങ്ങൾ, അതൊക്കെ നമുക്ക് ഡ്രസ്സ് അവിടെ അവരുടെ ഈ ഗുരുങ് കമ്മ്യൂണിറ്റിയുടെ ഡ്രസ്സ് ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ട് കുറേ. സത്യത്തിൽ നമ്മൾ ഒറ്റ മലയാളിനെ പോലും നമ്മൾ കണ്ടില്ല. പിന്നെ ഇന്ത്യൻസ് തന്നെ, നോർത്ത് ഇന്ത്യൻസ് ആണ് പിന്നെ ഫോറിനേഴ്സ് ആണ് ഏറ്റവും. സത്യം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലേ, ഏറ്റവും കൂടുതൽ ഫോറിനേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് നേപ്പാൾ. പിന്നെ അവിടെ നമ്മളെ നാട്ടില് ലീഗലി തെറ്റായ ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാലും പറയാണ്, കഞ്ചാവ് അല്ലേ, കഞ്ചാവ് എവിടെ നോക്കിയാലും ഈ മരുജാനും കഞ്ചാവും മാത്രമുള്ള പ്രദേശം. നമ്മളെ വീടിന്റെ അല്ലേ, നമ്മളെ ഹോം സ്റ്റേന്റെ തൊട്ടടുത്ത് വരെ ഈ സാധനം ഉണ്ട്. പക്ഷെ നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത്തരം കാര്യങ്ങൾ നമ്മൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് പോലും ഇല്ല അല്ലേ. നമ്മൾ അത് ചെയ്യേണ്ട വെച്ചിട്ട് അത് ഒഴിവാക്കിയിട്ടതാണ്. പക്ഷെ നമുക്ക് കണ്ട കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതുള്ളൂ. ഓക്കെ. പിന്നീട് നമ്മൾ അവിടെ നമ്മളെ കേരളത്തിലെ നമ്മളിപ്പോ സ്റ്റേറ്റ് വിട്ടാൽ തന്നെ ലീഗലാണ്. നമ്മളെ അടുത്തുള്ള സ്റ്റേറ്റുകളിൽ വരെ ലീഗലാണ്. പിന്നെ അവിടെ പറയും വേണ്ട, അവരതൊരു മെഡിസിനൊക്കെ ആയിട്ടാണ് കാണുന്നത്. അതെ, ഏത് സാധനമാണല്ലോ ഉപയോഗിക്കുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലും ചീത്ത രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളുണ്ട് അല്ലേ. ഓക്കെ. അപ്പോൾ അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. വീണ്ടും പറയണത് അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. തോന്നിപ്പോയിട്ടുണ്ട്. ഒരു ദിവസമല്ല, നമുക്ക് ഒരുപാട് ദിവസം എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷെ നമ്മളെ ഷെഡ്യൂൾ അങ്ങനെ അല്ലായിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നു. പിന്നെ നെക്സ്റ്റ് ഡേ ഉച്ചക്കാണ്. പിന്നെ ഉച്ചക്കാണ് നമ്മൾ അവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നത്, ഗാൻഡ്രോക്കിന് എക്സിറ്റ് ചെയ്യുന്നത്. സെയിം ബസ് തന്നെ അവിടെ നിന്ന്. അധികം വൈകാതെ തന്നെ ഗാൻഡ്രോക്കിൽ നിന്ന് ഇറങ്ങാൻ നോക്കുക. കാരണം പറഞ്ഞാൽ ബസ്സുകൾ എപ്പോഴും ഉണ്ടാവില്ല. അതെ അതെ. നമ്മൾ പോയത് മെയ് മാസത്തിലായിരുന്നു, മെയ് ഫസ്റ്റ് വീക്കിലായിരുന്നു നമ്മൾ അവിടെ ഉണ്ടായിരുന്നത് ഗാൻഡ്രോക്കിലൊക്കെ. ഈ നേപ്പാളിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഈ മെയ് പകുതി കഴിയുന്നതോടുകൂടെ അവിടെ മൺസൂൺ ആരംഭിക്കും. മൺസൂൺ ആരംഭിച്ച അതുപോലെ വൃത്തികെട്ട ഒരു സ്ഥലം അവിടെ ഇല്ല, സത്യം പറയല്ലോ. കാരണം എവിടേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവും, റോഡുകൾ മോശമായിരിക്കും, ഈവൻ വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലെ, പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനത്തെ എല്ലാ വിഷയങ്ങളും അവിടെ ഉണ്ട്. ഇപ്പോൾ അവിടെ ഇപ്പോൾ എർക്ക്വേക്കിൻ്റെ അല്ലേ, ഭൂകമ്പത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, റെഡിയായി വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കാഠ്മണ്ഡുവിലൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ കൺസ്ട്രക്ഷനൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഭൂകമ്പത്തിന് ശേഷം അവിടെ അവർ ഇതൊക്കെ റിപ്പയർ ചെയ്ത് വരികയാണ്. പിന്നെ നമ്മൾ ഗാൻഡ്രോക്കിൽ നിന്ന് തിരിക്കുകയാണ്. അവിടെ ബസ് പോലെ തന്നെ ടാക്സികളും ഉണ്ട് കേട്ടോ. ടാക്സി ഉണ്ട്, സുമോ ടാക്സികളുണ്ട്. ടാക്സികൾ അവൈലബിൾ ആണ്. പിന്നെ റേറ്റ് കുറച്ച് കൂടും. പിന്നെ നമ്മൾ റിട്ടേൺ ചെയ്യുന്ന സമയത്തും പോയ സമയത്തും ഒക്കെ എത്തിയ സമയത്തും എല്ലാം അവിടെ ഫോറിനേഴ്സ് ഒരുപാട് അല്ലേ, അന്നപൂർണയിലേക്ക് വന്ന ഫോറിനേഴ്സിന് ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്നോഫോള്
സ്നോഫോൾ അല്ല, ഐസ്, ആലിപ്പഴം. ഹെയിലിംഗ് ട്രാവൽ ബസ്സിന്റെ ബോഡിയൊക്കെ മെറ്റലാണല്ലോ, ഇതിലേക്ക് ആരോ കല്ലൊക്കെ എടുത്തെറിയുന്ന ഒരു ഫീല്. ഭയങ്കര സർപ്രൈസിങ് ആയിട്ട് പെട്ടെന്ന് ഒരു മഴ പെയ്ത് അതിന്റെ കൂടെ ആലിപ്പഴം പെയ്ത് പെട്ടെന്ന്. അതെ. പിന്നെ നമ്മൾ നേരെ പൊക്കാറയിലേക്ക് വരുന്നത്. നമ്മൾ അങ്ങോട്ട് പോയ അത്ര സമയം എടുക്കുന്നില്ല കേട്ടോ അങ്ങോട്ട് വരാൻ. അങ്ങോട്ട് കയറി പോകുന്ന സമയത്തിന്റെ അത്രയും വേണ്ടല്ലോ തിരിച്ചു വരാനും. കാരണം എന്ന് പറഞ്ഞാൽ പോകുന്ന സമയത്ത് പോലും കുറെ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടൊക്കെയാണല്ലോ പോകുന്നത്. അതപ്പോ അതിന്റെ ഒരു സമയം. അതെ. ഏകദേശം ഒരു 4 മണി 5 മണിയോടെ നമ്മൾ പൊക്കാറയിലേക്ക് എത്തിയിട്ടുണ്ട്. റൂമിലേക്ക് വന്നില്ല, നമ്മൾ അന്ന് റൂം എടുത്തിട്ടില്ല. കാരണം നമ്മൾ പിറ്റേന്ന് നമുക്ക് കാഠ്മണ്ഡുവിലേക്ക് പോകാം, പിന്നെ അവിടെ റൂം എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പിന്നെ അവിടെ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് ലഞ്ച് കഴിച്ചത്. ലഞ്ച് അവിടെ കഴിച്ചു. നമ്മളെ സ്ഥിരം പരിപാടി എടുത്തു. ലഞ്ചും ഡിന്നറും കൂടെ ഒന്നിച്ചാക്കും, അല്ലെങ്കിൽ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്നിച്ചാക്കും. ഒന്ന് സമയം കിട്ടൂല, ചിലപ്പം പറ്റിയ സമയത്ത് നമുക്ക് ഹോട്ടൽസ് കിട്ടൂല, പിന്നെ ബഡ്ജറ്റും. അതെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങി. അതെ, ഗാൻഡ്രൂക്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. കോംപ്ലിമെന്ററി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മള് അതെ അവരുടെ ഒതന്റിക് ആയിട്ടുള്ള ഫുഡ് തന്നെയായിരുന്നു. ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ അല്ലേ, അതേപോലെയാണ്. എനിക്ക് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അവരുടെ ദാലാണ് കൂടുതലായിട്ട്. നമ്മളെ നോർത്ത് ഇന്ത്യൻ ടച്ച് ഉള്ള ഫുഡ് തന്നെയാണ് ഏകദേശം. ചായ ഈ ജിഞ്ചർ ടീ ഒക്കെ ഉണ്ടാകും കേട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല അടിപൊളിയായിരുന്നു.